ഇപ്പോഴും എതിർപ്പിലാണുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി MV സ്വാഭാവികമായിട്ടും ബീഹാറിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അർഹതയുള്ള നിരവധി ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ തീവ്ര പരിശോധനയുടെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൽ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രക്കുറിപ്പ് ഇപ്പോൾ കൊടുക്കുക. കേരളത്തിൽ സുതാര്യമായി നടപ്പിലാക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മറ്റന്നാൾ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വിളിച്ചത് ഇത് സംബന്ധിച്ചുള്ളതല്ല. അത് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൻ്റെ യോഗമാണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ വിളിച്ചു എന്നുള്ള വിവരം ഞങ്ങൾക്കിപ്പം ലഭിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. അതങ്ങനെയല്ലേ സാധാരണ ആവശ്യപ്പെടുക. പക്ഷേ പ്രശ്നം ഇതാണ്, ഇതൊരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതിനെ അതിശക്തിയായിട്ട് എതിർക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിശക്തിയായ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മറ്റൊരു കാര്യം, ഈ PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI മന്ത്രിമാർ യോഗത്തിൽ വിട്ടു നിൽക്കുമെന്നാണ് അവരുടെ തീരുമാനം. നമുക്ക് ആലോചിക്കാം. നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. CPIയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. തീവ്ര വോട്ടർ പരിഷ്കരണത്തിനെതിരായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന കാര്യവും CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.